നല്ല ഒരു ലേഹ്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നമുക്കൊരു ഓൾ ഇൻ വൺ ലേഹ്യം എന്നൊക്കെ പറയും. ഇപ്പം മഴയൊക്കെയല്ലേ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് പനിയും ജലദോഷവും ചുമയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒപ്പം കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വേണ്ടിയും പിന്നെ എന്താ പറയുക മുഖസൗന്ദര്യത്തിന് ഇതിനൊക്കെ വേണ്ടി നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ. വളരെ നല്ല ലേഹ്യമാണ്, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ലേഹ്യം ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഒത്തിരി കോസ്റ്റ്ലി ഒന്നല്ല, നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എടുത്താൽ മതി. ഇപ്പം കാഷ്യോ അല്ലെങ്കിൽ നിലക്കടല കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള നട്ട്സും ഒപ്പം തന്നെ കുറച്ച് ഡേറ്റ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലേക്ക് ഉണ്ടാക്കാം. രാവിലെയും വൈകുന്നേരവും ഓരോ ടീസ്പൂൺ വെച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഈ മഴക്കാലത്ത് ഏറ്റവും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണത്. ഒപ്പം നമ്മുടെ മുഖസൗന്ദര്യത്തിനും അതുപോലെ എന്താ പറയുക കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഒരു ഓൾ ഇൻ വൺ ലേഹ്യം. അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. പിന്നെ കുട്ടികളൊക്കെ ചോദിച്ചു വരും കേട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് ലേഹ്യം. അത്രയും ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അല്ലാതെ നമ്മളൊരു മരുന്ന് പോലെയുള്ള രുചിയൊന്നുമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലേഹ്യം. അപ്പോൾ നമുക്ക് നോക്കിയാലും എങ്ങനെ ഈ ലേഹ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് ഈന്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഏകദേശം ഒരു 200 ഗ്രാമോളം ഈന്തപ്പഴമാണ്, കുരു കളഞ്ഞെടുത്തിട്ടുള്ള ഈന്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുരു കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കുക. നല്ല ശുദ്ധിയായിട്ടുള്ള ഈന്തപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ലേഹ്യം ഓൾ ഇൻ വൺ ലേഹ്യം ഉണ്ടാക്കാനുള്ള നമ്മൾ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതെടുത്തിരിക്കുന്നത് 1 പാലാണ്. 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് 1 പാൽ എടുത്തിരിക്കുന്നു. ഇത് നമ്മളിതുപോലെ തന്നെ ഒരു 1.5 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് 2 പാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ ഉണ്ട്, പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച ജീരകം, പിന്നെ ഇത് നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഡേറ്റ്സാണ് ഈന്തപ്പഴം. നമുക്ക് ഏത് ഈന്തപ്പഴം വേണമെങ്കിലും എടുക്കാം. കുരു കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് ബദാമാണ് കേട്ടോ. ഞാൻ മുകളിൽ കുറച്ച് ബദാം കണ്ടില്ലേ ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള ബദാമാണ്. ഈ ബദാമിനെ ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അതിൻ്റെ തോല് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ബദാം അതിലിട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് വാൽനട്ട്, പിന്നെ കുറച്ച് പംകിൻ സീഡ്സ്, മത്തക്കുരു എന്ന് പറയില്ലേ അത്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നമുക്കിതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്കുള്ള നട്ട്സ് വെച്ച് ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ കാഷ്യൂം അതുപോലെ കുറച്ച് നിലക്കടല കപ്പലണ്ടിയും വെച്ചിട്ടും വേണമെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ശർക്കരയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ സാധാരണ പനശർക്കരയാണ് എടുത്തിരിക്കുന്നത്, അതും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ പറയാം കേട്ടോ ചെയ്യുന്ന നേരത്ത് എത്രയൊക്കെ അളവിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലേഹ്യം ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മളിതിനെ ഒരു കുക്കറിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈന്തപ്പഴത്തിന് കുക്കറിലേക്ക് ഇട്ടു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ 2 പാലാണ് കേട്ടോ ഇതിൽ നിന്ന് കുറച്ച് പാല്, അധികമൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇത്തിരി മതി, നമുക്കിത് വേവാനുള്ള പാലും കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. അപ്പോൾ കണ്ടോ, കുറച്ച് പാൽ, അത് നിങ്ങൾക്കറിയാമല്ലോ ഈന്തപ്പഴം വേവാനായിട്ട് നമുക്ക് എത്ര ഒരു ചെറിയ ഇത് വേവാനായിട്ടുള്ള പാൽ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ വിസിലടിക്കാൻ പോവാണ്. അപ്പോൾ എത്ര വിസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളിലിട്ടിട്ട് 2 വിസിലും അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി അല്ലെങ്കിൽ സിമ്മിലേക്ക് ആക്കിയിട്ട് 1 വിസിലാണ് അടിക്കേണ്ടത്. മൊത്തം 3 വിസിലാണ് ഇതിന് വേണ്ടത്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 100 ഗ്രാം കാഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ 100 ഗ്രാം കാഷ്യൂ ഞാൻ ഇട്ട് കൊടുത്താണ്. കാഷ്യൂവിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വാൽനട്ട് ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് പംകിൻ സീഡ് ഉണ്ട്. ഇത്തിരി പംകിൻ സീഡ് ഇടും കേട്ടോ. അപ്പോൾ ഇതിലൊന്നും ഞാൻ അളവ് പറയുന്നില്ല, ഏകദേശം നമുക്കിതിലിപ്പോൾ നട്ട്സ് കുറച്ച് കൂടി പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള നട്ട്സ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നട്ട്സ് അലർജിയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പാരൻസ് അത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കരുത്. ചില കുട്ടികൾക്ക് നട്ട്സിൻ്റെ അലർജിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അല്ലാത്തവർക്കൊക്കെ നമുക്കിത് ഏത് രോഗമുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇത് കിട്ടും. ഇനി നമ്മൾ ഇതിന് പൊടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളതൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കേട്ടോ. ഇത് നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കേട്ടോ നമ്മുടെ നട്ട്സൊക്കെ പൊടിച്ചത്. ഇനി അടുത്തായിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ബദാം, നമ്മൾ തോല് കളഞ്ഞ് വെച്ചിട്ടുള്ള ആമണ്ടാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ നാളികേരപ്പാലുണ്ടല്ലോ, അതൊന്ന് ഇളക്കിയിട്ട് അതൊരു ലേശം ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
സാധാരണ വെള്ളം വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നാളികേരപ്പാൽ ഉള്ളതുകൊണ്ട് അതിങ്ങനെ വെച്ച് ആഡ് ചെയ്തൊന്നും മാത്രം. ഇനി ഇവിടെ നമ്മൾ അല്ലേ കണ്ടോ ബദാം നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സ്മൂത്ത് വേണ്ട കേട്ടോ, ചെറിയൊരു കോഴ്സ് ഗ്രൈൻഡഡ് പോലെ, ഒത്തിരി സ്മൂത്ത് ആവണ്ട. ഇവിടെ വറുത്ത് പൊടിച്ച ജീരകം ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒന്ന് കുക്കറിൻ്റെ വിസിലൊക്കെ കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് വിട്ടുവന്നോ നമുക്ക് നോക്കാം, എന്നിട്ട് ഇനി ബാക്കിയുള്ളത് കാണാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ അടിച്ച് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി ഇതിനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒത്തിരി കട്ടിയുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ചൂടാറി മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്ന് ശർക്കര ഞാനിപ്പോൾ ഇതിനൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് ഏകദേശം 200 ഗ്രാം ശർക്കര ഉണ്ട് കേട്ടോ. നല്ല മധുരം വേണ്ടവർക്കാണെങ്കിൽ ഇത് 250 എടുക്കാം കേട്ടോ. ഞാൻ ഇത്തിരി മധുരം കുറച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് അവിടെ കിടന്നൊന്ന് ഉരുകി വരട്ടെ. നമ്മുടെ ഡേറ്റ്സ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് മോൾ തന്നെയാണ് കേട്ടോ ഉടച്ചെടുത്തത്. ഞങ്ങൾ ബ്ലെൻഡൊന്നും ചെയ്തില്ല, കയ്യിൽ വെച്ച് ഉടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ ഡേറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരയുടെ പാനി കേട്ടോ, അതൊന്ന് ഞാൻ ഒഴിക്കുകയാണ്. ഇത് ചെറിയ കല്ലും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് നമ്മളിതൊന്ന് അരിച്ച് വേണം ഇതൊന്ന് എടുക്കാനായിട്ട്. അടി എടുക്കുന്നില്ല. ഇനി നമ്മളിതിലിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സും അതേപോലെ ശർക്കര പാനിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൂടി മിക്സ് ആവട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് ശർക്കരയുടെ പാനിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് കുറുകി വരുമ്പോൾ കൈവിടാതെ ഇളക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നാളികേരപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പാൽ ഇപ്പോൾ പെട്ടെന്ന് എടുക്കുന്നില്ല. അതിന് മുമ്പ് നമ്മൾ സെക്കൻഡ് പാൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഒരിത്തിരി പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി സെക്കൻഡ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണേ. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബദാമില്ലേ, ആൽമണ്ടിൻ്റെ പേസ്റ്റ് അതിട്ട് കൊടുത്താണ്. ഇതൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒപ്പം നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സ്, കാഷ്യൂം വാൽനട്ടും ഒക്കെ കൂടി പൊടിച്ച് വെച്ചിട്ടേ അതും ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഒത്തിരി നട്ട്സൊക്കെ ആയി. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്താൽ നമ്മളിത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന വളരെ ഇതായിട്ടുള്ളൊരു ലേഹ്യമാണ്. സ്റ്റാർട്ട്. ഇനി നമ്മൾ ഒന്നാം പാൽ കുറച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലാണ് നമ്മളിതിനെ വറ്റിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ നെയ്യൊന്നും ഇനി ഒഴിക്കില്ല കേട്ടോ. അതൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മളിനി നെയ്യും കാര്യങ്ങളൊക്കെ വീണ്ടും ഒഴിക്കുന്നത്. ഇത് നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഈ
പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകപ്പൊടിയില്ലേ, ഇതിന് 1 ടീസ്പൂണാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. മൊത്തം വേണ്ട കേട്ടോ. 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി അതും കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതൊരു 1/2 ടീസ്പൂണോളം ഉണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ നെയ്യിൽ നിന്ന് ഞാൻ വീണ്ടും ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ്. നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം നെയ്യായാലും അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഡേറ്റ്സ് ആയാലൊക്കെ നല്ല കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ശുദ്ധമായിട്ടുള്ളത് എടുക്കണം കേട്ടോ. കാരണം ഒരു ലേഹ്യത്തിന് വേണ്ടിയല്ലോ അല്ലേ, കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതായതുകൊണ്ട് കുറച്ചും കൂടി. ഇനി ഇതിനെ നമ്മളൊന്ന് ഇനി ഇത് കണ്ടോ, ഇതിലേക്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഈന്തപ്പഴം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഈന്തപ്പഴത്തിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് കേട്ടോ ഈ പറയുന്ന ഈന്തപ്പഴം. അതേപോലെ തന്നെ ദഹനം, ഡൈജഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയും, അതേപോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് സ്കിന്നുണ്ടാവാൻ വേണ്ടി, നേരത്തെ പറഞ്ഞല്ലോ മുഖത്തിന് നല്ല ലാവണ്യവും തെളിച്ചവും സ്കിന്നിന് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനും ഈ ഈന്തപ്പഴം നന്നായി സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ബ്ലഡ് ഷുഗറില്ലേ, ബ്ലഡ് ഷുഗറിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഒരു കൺട്രോളിൽ കൊണ്ടുപോകാനായിട്ടും നമുക്ക് ഈന്തപ്പഴം പറ്റും. അതുപോലെ തന്നെ മുടിക്ക് നല്ലതാണ്, മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, മുടി കറക്കാൻ നല്ലതാണ്. ഒപ്പം കൊളസ്ട്രോള് അതിനൊന്ന് കുറയ്ക്കാൻ, അതുപോലെ നല്ല കൊളസ്ട്രോൾ ശരീരത്തിൽ വർദ്ധിപ്പിക്കാനും അതിനൊക്കെ വളരെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ എന്താ പറയുക അയേണിൻ്റെ കണ്ടൻറ്റ്. അയേൺ നമുക്ക് വിളർച്ചയ്ക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ, വിളർച്ചയുള്ളവർക്കൊക്കെ ഇത് ഒത്തിരി കഴിക്കാം, ഒത്തിരി ഹെൽപ്ഫുള്ളാണത്. അതുപോലെ കണ്ണിന് നല്ലതാണ് ഈന്തപ്പഴം. പിന്നെ ഈന്തപ്പഴത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാനായിട്ട് ഈ ലേഹ്യം കഴിക്കാം. അപ്പോൾ ഇത് ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ ലേഹ്യം. കാരണം ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്താ പറയുക ഈന്തപ്പഴം തന്നെയാണ് കേട്ടോ. പിന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു വലിയ കലവറയാണ് കേട്ടോ ഈന്തപ്പഴം. ഒത്തിരി ആൻറ്റി ഓക്സിഡൻസിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നിങ്ങൾക്കറിയാം, നമുക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഒത്തിരി അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വളരെ നല്ലൊരു ലേഹ്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ പൊട്ടി വരുന്നുണ്ട് കണ്ടോ. ഒന്നും കൂടി ഡ്രൈ ആവണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ആ പൊട്ടൽ ഇപ്പം നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ അറിയാം, ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് ഉള്ളിൽ. ആ പൊട്ടൽ മുഴുവനായിട്ട് നിൽക്കുന്നവരെ ചെയ്യണം. അപ്പം ഞാൻ ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് 1 നുള്ള് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലിപ്പോൾ 2 ടീസ്പൂണും കൂടി നെയ്യ്, മൊത്തം നമ്മളൊരു 6 ടീസ്പൂൺ 7 ടീസ്പൂണാണ് കേട്ടോ നെയ്യ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഓക്കെ. ഇനി നമ്മളിതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് ഒരു ലേഹ്യത്തിൻ്റെ പരുവം വരുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം കട്ടയായിട്ടുണ്ട്, എന്നാലും ഇനിയും ഇതിലൊന്ന് പൊട്ടുന്നുണ്ട്. വെള്ളത്തിൻ്റെ അംശമുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മളിതിൽ പ്രത്യേകിച്ച് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ലേഹ്യം നമ്മൾ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. ഒരു ഗ്ലാസ് ജാറിലായിട്ടോ ഭരണിയുടെ ജാറിലോ എന്തെങ്കിലും ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു 1 മാസത്തോളം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് കുറുകി കഴിഞ്ഞു. ഇതിപ്പോൾ ഏകദേശമായി. നമുക്കിത് എടുക്കാം. അപ്പം അതിൻ്റെ പൊട്ടലുകൾ കംപ്ലീറ്റ് ആയിട്ട്, ഇതിൻ്റെ പാകം അറിയുന്നത് ഇതിലെ പൊട്ട് കംപ്ലീറ്റ് ആയിട്ട് തീരണം. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് അവിടെ ഇവിടെ കണ്ടോ. ആ ബബിൾസ് വന്നിട്ടുള്ളതേ പൊട്ട് കംപ്ലീറ്റ് ആയിട്ട് തീരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകമായി നമുക്ക് മനസ്സിലാവും. ഇനി ഇതിൽ ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും ചേർക്കാം കേട്ടോ. ഞങ്ങളങ്ങനെ ചുക്കിൻ്റെ ചേർക്കാറില്ല. ചുക്കിൻ്റെ ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നമുക്കൊരു ഇത്രയും അളവിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തേക്ക് ഒരു 4 പേരൊക്കെയുള്ള വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരളവാണ് കേട്ടോ അത്. ഓരോ ടീസ്പൂൺ വെച്ച് രാവിലെയും വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ ഓരോ ചെറിയ ടീസ്പൂണാണ് എടുക്കേണ്ടത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ പൊട്ടലൊന്നും ഇല്ല കേട്ടോ. നേരെ കണ്ടോ
ഇങ്ങനെ വീഴുന്നുണ്ട് എനിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പൊട്ടലൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ പൊട്ടലും കാര്യങ്ങളൊക്കെ തീർന്നു. ഇവിടെ നമ്മുടെ ലേഹ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ലേഹ്യം ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ചൂടാണ്, എന്നാലും കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ലേഹ്യം കേട്ടോ. അപ്പം ആദ്യം ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പം ലേഹ്യമൊക്കെ ഉണ്ടാക്കി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറുള്ള സമയം എടുത്തു കേട്ടോ ലേഹ്യം ഉണ്ടാക്കാനായിട്ട്. ഇളക്കി ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തു. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളി ലേഹ്യമാണ് കേട്ടോ. ഞങ്ങളിത് ഒരു 1-2 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ലേഹ്യമാണ്. കുട്ടികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരത് ചോദിച്ച് മേടിക്കും കേട്ടോ. നമ്മൾ രാവിലെ വന്നാലും ഇതേപോലെ സാധാരണ ഒരു ടേബിൾ സ്പൂൺ അല്ല, സാധാരണ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ രാവിലെ വന്നാലും വെച്ച് നമുക്കത് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത കാണാം. ബൈ.